നമസ്കാരം. അമേരിക്കൻ ജനാധിപത്യത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ ഒരു സത്യം വ്യക്തമാണ്. അധികാരം എത്ര ശക്തമായാലും അതിനെ നിയന്ത്രിക്കുന്ന സ്ഥാപനങ്ങൾ അതിലും ശക്തമായിരിക്കണം. ഭരണാധികാരികൾ മാറാം, നയങ്ങൾ മാറാം, എന്നാൽ ഭരണഘടനയും നിയമവാഴ്ചയും ജനാധിപത്യത്തിന്റെ കാവൽക്കാരായി നിലനിൽക്കും. ഇന്ന് അമേരിക്കയിൽ സംഭവിക്കുന്ന ചില രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ ഈ സത്യത്തെ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. 39 രാജ്യങ്ങളിൽ നിന്നുള്ള കുടിയേറ്റക്കാരെ ലക്ഷ്യമിട്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകൂടം നടപ്പാക്കിയ കുടിയേറ്റ നിയന്ത്രണങ്ങൾ ഫെഡറൽ കോടതി റദ്ദാക്കി. അഭയാർത്ഥി അപേക്ഷകൾ, തൊഴിലനുമതികൾ, ഗ്രീൻ കാർഡ്, പൗരത്വ അപേക്ഷകൾ എന്നിവയുടെ പരിഗണനയെ ബാധിക്കുന്ന നടപടികളാണ് നിയമവിരുദ്ധമെന്ന് കോടതി കണ്ടെത്തിയത്. ഫെഡറൽ ജില്ലാ ജഡ്ജി ജോൺ മാക്കോണൽ പുറപ്പെടുവിച്ച 135 പേജുള്ള വിധിയിലാണ് ട്രംപ് ഭരണകൂടത്തിന് തിരിച്ചടി ലഭിച്ചത്. ആഫ്രിക്ക, ഏഷ്യ, ലാറ്റിൻ അമേരിക്ക, മിഡിൽ ഈസ്റ്റ് എന്നിവിടങ്ങളിലെ 39 രാജ്യങ്ങളിൽ നിന്നുള്ള ആയിരക്കണക്കിന് ആളുകളെ ഈ നയം അനിശ്ചിതത്വത്തിലാക്കിയതായി കോടതി നിരീക്ഷിച്ചു. 2025 നവംബറിൽ വാഷിംഗ്ടണിൽ ഒരു അഫ്ഗാൻ കുടിയേറ്റക്കാരൻ 2 നാഷണൽ ഗാർഡ് സൈനികർക്കു നേരെ വെടിയുതിർക്കുകയും ഒരാൾ കൊല്ലപ്പെടുകയും ചെയ്ത സംഭവത്തെ തുടർന്നാണ് നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നത്. തുടർന്ന് ദേശീയ സുരക്ഷ ചൂണ്ടിക്കാട്ടി ചില രാജ്യങ്ങളിൽ നിന്നുള്ള കുടിയേറ്റ അപേക്ഷകളുടെ നടപടികൾ കർശനമാക്കിയിരിക്കുകയായിരുന്നു. എന്നാൽ അപേക്ഷകരുടെ ജന്മദേശം മാത്രമാണ് ഇവരെ നിയന്ത്രണങ്ങൾ ബാധിക്കാൻ കാരണമെന്നും അവർ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നും കോടതി ചൂണ്ടിക്കാട്ടി. ദേശീയ സുരക്ഷയുടെ പേരിൽ കുടിയേറ്റ വിരുദ്ധ സമീപനമാണ് മറച്ചുവെക്കുന്നതെന്ന വിമർശനവും ജഡ്ജി വിധിയിൽ രേഖപ്പെടുത്തി. അതേസമയം വിധിക്കെതിരെ അപ്പീൽ നൽകുമെന്ന് ആഭ്യന്തര സുരക്ഷാ വകുപ്പ് സൂചന നൽകി. നിയമത്തിന്റെ മറവിൽ നടക്കുന്ന രാഷ്ട്രീയ ഇടപെടലാണ് കോടതി വിധിയെന്ന് വകുപ്പ് പ്രതിനിധികൾ ആരോപിച്ചു. തിരഞ്ഞെടുപ്പ് പ്രചരണ കാലത്ത് അനധികൃത കുടിയേറ്റം നിയന്ത്രിക്കുമെന്നും ദശലക്ഷക്കണക്കിന് ആളുകളെ നാടുകടത്തുമെന്നും ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു. ഈ സാഹചര്യത്തിൽ ഫെഡറൽ കോടതിയുടെ പുതിയ വിധി അദ്ദേഹത്തിന്റെ കുടിയേറ്റ നയങ്ങൾക്കേറ്റ ഏറ്റവും വലിയ തിരിച്ചടിയായാണ് വിലയിരുത്തപ്പെടുന്നത്. ഈ വിധി വെറും നിയമവിധി മാത്രമല്ല, അതൊരു അധികാരത്തിന്റെ അതിർവിട്ട പ്രയോഗത്തിനെതിരെയുള്ള ജനാധിപത്യ സ്ഥാപനങ്ങളുടെ ശക്തമായ പ്രതികരണമാണ്. കുടിയേറ്റ വിരുദ്ധ നിലപാടുകളെ രാഷ്ട്രീയ മൂലധനമാക്കി മാറ്റാൻ ശ്രമിച്ച ട്രംപിന്റെ സമീപനത്തിന് സ്വന്തം രാജ്യത്തിന്റെ നിയമവ്യവസ്ഥയിൽ നിന്നു തന്നെ വെല്ലുവിളി ഉയർന്നിരിക്കുന്നു എന്നതിന്റെ തെളിവ് കൂടിയാണ്. ട്രംപിന്റെ രാഷ്ട്രീയ യാത്രയുടെ പ്രധാന സവിശേഷത ഭയത്തെ അടിസ്ഥാനമാക്കിയുള്ള പ്രചരണങ്ങളായിരുന്നു. വിദേശികളെ സംശയത്തിന് നിഴലിൽ നിർത്തുകയും കുടിയേറ്റക്കാരെ അമേരിക്കയുടെ പ്രശ്നങ്ങളുടെ കാരണക്കാരായി ചിത്രീകരിക്കുകയും ചെയ്ത രാഷ്ട്രീയ ഭാഷ്യം അദ്ദേഹത്തിന് താൽക്കാലിക ജനപിന്തുണ നേടിക്കൊടുത്തു. എന്നാൽ ജനാധിപത്യ രാജ്യങ്ങളിൽ വികാരങ്ങൾക്കപ്പുറം നിയമങ്ങളും മൂല്യങ്ങളും പ്രവർത്തിക്കുമെന്ന യാഥാർത്ഥ്യം പലപ്പോഴും ഇത്തരം രാഷ്ട്രീയ കണക്കുകൂട്ടലുകളെ പരാജയപ്പെടുത്താറുണ്ട്. ഇപ്പോൾ സംഭവിക്കുന്നതും അതുതന്നെയാണ്. ട്രംപിന്റെ സ്വന്തം തട്ടകമായ അമേരിക്കയിൽ നിന്ന് തന്നെ അദ്ദേഹത്തിന്റെ നയങ്ങൾ ചോദ്യം ചെയ്യപ്പെടുകയാണ്. കോടതികൾ, മനുഷ്യാവകാശ സംഘടനകൾ, പൗരസമൂഹം, ചില രാഷ്ട്രീയ നേതാക്കൾ എന്നിവരൊക്കെ ചേർന്ന് ഇത്തരം നിയന്ത്രണങ്ങൾ ഭരണഘടനാ തത്വങ്ങൾക്കും മനുഷ്യാവകാശ മൂല്യങ്ങൾക്കും വിരുദ്ധമാണ് എന്ന് ചൂണ്ടിക്കാട്ടുന്നു. ഒരു കാലത്ത് ശക്തിയുടെ പ്രതീകമായി അവതരിപ്പിക്കപ്പെട്ട നയങ്ങൾ ഇന്ന് നിയമത്തിന്റെ മുന്നിൽ നിലനിൽക്കാൻ കഴിയാതെ തകരുന്നത് രാഷ്ട്രീയ യാഥാർത്ഥ്യത്തിന്റെ മറ്റൊരു മുഖമാണ്. ഈ വിധി ട്രംപിനെതിരായ ഒരു വ്യക്തിപരമായ വിമർശനം മാത്രമല്ല, ജനാധിപത്യത്തിന്റെ ആത്മാവിനെ സംരക്ഷിക്കാനുള്ള അമേരിക്കൻ സംവിധാനത്തിന്റെ പ്രഖ്യാപനം കൂടിയാണ്. അധികാരത്തിന്റെ അമിത ഉപയോഗം എത്ര ജനപ്രിയനായ നേതാവിൽ നിന്നായാലും അതിനെ ചോദ്യം ചെയ്യാനുള്ള ശേഷി ജനാധിപത്യ സ്ഥാപനങ്ങൾക്കുണ്ട് എന്ന് ഈ സംഭവം തെളിയിക്കുകയാണ്. സ്വന്തം തട്ടകത്തിൽ നിന്നുയരുന്ന ഇത്തരം പ്രതിധ്വനികൾ ട്രംപിനൊരു മുന്നറിയിപ്പാണ്. രാഷ്ട്രീയ വിജയങ്ങൾ താൽക്കാലികമായിരിക്കാം, പക്ഷേ ജനാധിപത്യ മൂല്യങ്ങളും നിയമവാഴ്ചയും ദീർഘകാലം നിലനിൽക്കും. അതുകൊണ്ട് തന്നെ ഈ വിധി ഒരു കോടതി വിധിയേക്കാൾ വലിയ അർത്ഥം വഹിക്കുന്നുണ്ട്. അധികാരത്തെക്കാൾ ഉയരത്തിൽ നിയമം നിലനിൽക്കുന്നു എന്ന ചരിത്ര സത്യത്തിന്റെ ആവർത്തനമായി.